നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം ബോർഡ് അംഗം വിജയകുമാർ അറസ്റ്റിലായി. പത്മകുമാർ അധ്യക്ഷനായ ബോർഡിലെ അംഗമായിരുന്നു ഇയാൾ. വിജയകുമാർ SIT ഓഫീസിലെത്തി കീഴടങ്ങുകയായിരുന്നു. സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ചേർന്ന് കീഴടങ്ങുവാൻ നിർദ്ദേശിച്ചു എന്നാണ് വിജയകുമാർ പറഞ്ഞിരിക്കുന്നത്. താൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ലെന്നും തീർത്ത് നിരപരാധിയാണെന്നുമാണ് വിജയകുമാർ പറയുന്നത്. സമ്മർദ്ദം താങ്ങാനാകുന്നില്ലെന്നും വിജയകുമാർ പറയുന്നു. കോടതി നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ വിജയകുമാർ പിൻവലിക്കുകയും ചെയ്തു. കേസിൽ ബോർഡിലെ എല്ലാ അംഗങ്ങൾക്കും തുല്യ ഉത്തരവാദിത്തമുണ്ടെന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസമാണ് നിരീക്ഷിച്ചത്. ശങ്കർദാസിലേക്കും വിജയകുമാറിലേക്കും അന്വേഷണം എത്താത്തതിൽ SITയെ ഹൈക്കോടതി വിമർശിച്ചിരുന്നു. ഇതിനെ തുടർന്ന് അറസ്റ്റിന് സാധ്യത തെളിഞ്ഞതോടെയാണ് ഇരുവരും മുൻകൂർ ജാമ്യത്തിന് നീക്കം നടത്തുകയും ചെയ്തത്. പിന്നാലെയാണ് വിജയകുമാറിന്റെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. 2018 നവംബറിൽ K രാഘവന്റെ ഒഴിവിലേക്കാണ് N വിജയകുമാർ ദേവസ്വം ബോർഡിൽ CPMന്റെ പ്രതിനിധിയായി വരുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളികൾ കൈമാറിയതിലടക്കം ബോർഡിലെ എല്ലാ അംഗങ്ങൾക്കും കൂട്ടുത്തരവാദിത്തമുണ്ടെന്നായിരുന്നു പത്മകുമാറിന്റെ മൊഴി. ആവർത്തിച്ചുള്ള ചോദ്യം ചെയ്യലിൽ പത്മകുമാർ ബോർഡിന്റെ കൂട്ടുത്തരവാദിത്തത്തെപ്പറ്റി പറഞ്ഞിരുന്നു. സർക്കാരിന്റെ നിർദ്ദേശങ്ങളാണ് നടപ്പിലാക്കിയത് എന്നതുൾപ്പെടെയുള്ള പല വിവരങ്ങളും മൊഴിയിൽ പത്മകുമാർ പറഞ്ഞതായാണ് റിപ്പോർട്ട്. പിന്നാലെ അന്വേഷണം മന്ദഗതിയിലാണെന്ന് വന്നപ്പോഴാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ വിമർശനം വന്നത്. പിന്നാലെയാണ് വിജയകുമാറിന്റെ ഈ അറസ്റ്റും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ N വിജയകുമാറിനും മുൻ ദേവസ്വം ബോർഡ് അംഗമായ KP ശങ്കർദാസിനുമെതിരെ കേസിലെ ഒന്നാം പ്രതിയായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി ഉണ്ടായിരുന്നു. ബോർഡ് അറിഞ്ഞുകൊണ്ടാണ് എല്ലാം ചെയ്തതെന്നായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി. സ്വർണ്ണപ്പാളി കൈമാറാനുള്ള പത്മകുമാറിന്റെ തീരുമാനത്തെ ബോർഡ് അംഗീകരിച്ചതിനും തെളിവുകൾ കണ്ടെത്തിയിരുന്നു. നേരത്തെ വിജയകുമാറിനെയും KP ശങ്കർദാസിനെയും അറസ്റ്റ് ചെയ്യാത്തത് എന്തെന്ന് ഹൈക്കോടതി ചോദിച്ചിരുന്നു. വിവേചനമില്ലാതെ അന്വേഷണം പൂർത്തിയാക്കണമെന്ന് SITയോട് ഹൈക്കോടതി ആവശ്യപ്പെടുകയും ചെയ്തു. ഒരു കാരണവശാലും കുറ്റവാളികളെ വേർതിരിച്ചു കാണരുതെന്നും ഹൈക്കോടതി വിമർശിക്കുകയായിരുന്നു. പത്മകുമാറിനൊപ്പം ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കും ക്രിമിനൽ ഉത്തരവാദിത്തമുണ്ടെന്ന് പറഞ്ഞ കോടതി അന്വേഷണം ഫലപ്രദമല്ല എന്നാണ് നിരീക്ഷിച്ചത്. പത്മകുമാറിനെ പോലെ തന്നെ ഈ രണ്ട് ബോർഡ് മെമ്പർമാരും കുറ്റകൃത്യങ്ങളിൽ ഒരുപോലെ പങ്കാളികളാണ്. ഇതിൽ പത്മകുമാറിനെതിരെ മാത്രമാണ് നടപടി ഉണ്ടായിട്ടുള്ളത്. മറ്റു രണ്ടുപേർക്കെതിരെയും എന്തുകൊണ്ട് നടപടിയെടുത്തില്ല? അവരെ കാര്യമായി ചോദ്യം ചെയ്തതായും രേഖകളിൽ കാണാൻ സാധിക്കുന്നില്ല. അത് അന്വേഷണത്തിലെ വലിയ പോരായ്മയായിട്ടാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. പ്രതികളുടെ ജാമ്യം തള്ളിക്കൊണ്ടുള്ള ഉത്തരവിലാണ് ജഡ്ജി ഇക്കാര്യങ്ങൾ രേഖപ്പെടുത്തിയത്. അന്വേഷണ ഉദ്യോഗസ്ഥനായ SPS ശശിധരൻ ഈ വിഷയങ്ങൾ പരിശോധിക്കണമെന്ന് കോടതി ചൂണ്ടിക്കാട്ടുകയായിരുന്നു. SITയുടെ അന്വേഷണത്തിലെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി സംശയനിഴലിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഹൈക്കോടതി. ചില കുറ്റവാളികളെ ഒഴിവാക്കുന്നുവെന്ന സംശയമാണ് ഹൈക്കോടതി ഉന്നയിച്ചത്. ബോർഡ് മെമ്പർമാരായിരുന്ന വിജയകുമാർ, ശങ്കർദാസ് എന്നിവരെ അറസ്റ്റ് ചെയ്യാത്തതിലാണ് കോടതിക്ക് ആശ്ചര്യം തോന്നിയത്. കേസ് സംരക്ഷകർ തന്നെ വിനാശകരായി മാറിയ അപൂർവ കുറ്റകൃത്യമാണ് ഹൈക്കോടതി നിരീക്ഷിക്കുകയായിരുന്നു. പഴുതടച്ച അന്വേഷണം വേണമെന്നായിരുന്നു ഹൈക്കോടതിയുടെ മുന്നറിയിപ്പ്. വൻ തോക്കുകൾ ഒഴിവാക്കപ്പെടരുതെന്ന് കോടതി നിർദ്ദേശിച്ചു. ഡിസംബർ 5-ന് ശേഷം അന്വേഷണത്തിൽ കാര്യമായ പുരോഗതിയില്ലെന്നും കോടതി നിരീക്ഷിച്ചു. അന്വേഷണത്തിലെ മെല്ലെപ്പോക്കിലാണ് ഹൈക്കോടതി സംശയം പ്രകടിപ്പിച്ചത്. ദേവസ്വം സ്വത്തുക്കൾ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായവർ തന്നെ അത് നശിപ്പിക്കാൻ കൂട്ടുനിന്നു. സംരക്ഷകർ തന്നെ വിനാശകരായി മാറുകയാണെന്ന് കോടതി നിരീക്ഷിക്കുകയായിരുന്നു. താൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല, കുടുംബം കീഴടങ്ങാൻ നിർദ്ദേശിച്ചു എന്നാണ് വിജയകുമാർ പ്രതികരിച്ചിരിക്കുന്നത്.